ഞാൻ അല്പം കഠിനമായിട്ട് പറഞ്ഞു തരിക്കും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ പ്രിയപ്പെട്ടവരെ. നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ സുവിശേഷം അധികാരത്തോടെ പറയാൻ കഴിയത്തുള്ളൂ. ഞാനൊന്ന് ചോദിച്ചോട്ടെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നിനക്ക് പലതുമുണ്ട്. അനേക മനുഷ്യർ നിന്നെ ബഹുമാനിക്കുന്നുണ്ട്. അനേക മനുഷ്യർ നിന്നെ കാണുമ്പോൾ മുണ്ടഴിച്ചിട്ടിട്ട് നിന്റെ മുമ്പിൽ വണങ്ങുന്നുണ്ട്. സത്യം തന്നെ. അയ്യോ, നിന്റെ ഹൃദയത്തിൽ എന്താ സമാധാനമില്ലാത്തത്? ഇവരൊക്കെ വണങ്ങുമ്പോഴും നിന്റെ ഹൃദയം ദുഃഖിക്കുന്ന എന്ത്? അധികാര മോഹം കൊണ്ട്. അധികാരം നഷ്ടപ്പെടുമ്പോൾ നിന്റെ ഹൃദയം എന്താണ്? അതികഠിനമായിരിക്കുന്ന മരണചിന്ത കൊണ്ട് നിറയുന്നത് എന്ത്? എന്നാൽ പ്രിയപ്പെട്ടവരെ, നോക്കുവിന് ആ ഉയരങ്ങളിലേക്ക് നോക്കിക്കുക. നിന്റെ സമാധാനത്തിന്റെ നിയമം ക്രൂസിൽ വെച്ച് കാണാൻ പറ്റും. യൗവനക്കാരെ, നീ നിന്റെ ജീവിതം നശിപ്പിച്ച് കളയല്ല. അല്ലയോ യൗവനക്കാരെ, നിന്റെ ജീവിതം എത്രമാത്രം വിലയേറിയാണെന്ന് നിനക്കറിയാമോ? ദൈവം നിനക്ക് ഭാരതം തന്നിരിക്കുന്ന നിത്യജീവനെ പായിപ്പാൻ തക്കവണ്ണം നിന്റെ യൗവനത്തെ നീ തുച്ഛീകരിക്കാതെ നിന്റെ യൗവനത്തെ നീ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാമെങ്കിൽ, എന്റെ മോനെ, നിന്റെ യൗവനത്തെ നീ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാമെങ്കിൽ ലോകത്തിൽ ആർക്കും തരുവാൻ കഴിയാത്ത മഹാസമാധാനം കൊണ്ട് നിന്നെ ദൈവം നിറയ്ക്കും. മഹാസന്തോഷം കൊണ്ട് നിന്നെ നിറയ്ക്കും. നിന്റെ ശരീരം കൊണ്ട് ദൈവത്തിന് വളരെയേറെ പ്രയോജനമുണ്ട് പ്രിയപ്പെട്ടവരെ.